ഹായ് ഓൾ, S3 എക്സാംസ് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. 22 പ്രോജക്റ്റ് ഫിനാൻസ് വരുന്നുണ്ട്. അപ്പോൾ പ്രോജക്റ്റ് ഫിനാൻസ് കുറച്ച് തിയറി പേപ്പറാണ്, ഡ്രൈ ആയിട്ടുള്ളൊരു പേപ്പറാണ്. അപ്പോൾ അതിനകത്ത് ഓരോ മൊഡ്യൂളിലും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, എന്തൊക്കെ കവർ ചെയ്യണം, അതിനെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, പ്രോജക്റ്റ് ഫിനാൻസ്. പ്രോജക്റ്റ് ഫിനാൻസ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ആദ്യം എന്താണ് പ്രോജക്റ്റ് എന്നുള്ളത് അറിയാം. ഓക്കെ, ഒരു സയൻറ്റിഫിക്കലി ഇവോൾവ്ഡ് വർക്ക് പ്ലാൻ അല്ലെങ്കിൽ പ്ലാൻ, പ്രപ്പോസൽ, പ്രോഗ്രാം, ഇതൊക്കെയാണ് നമ്മൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാവ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് എഴുതി വെക്കുന്ന കാര്യമല്ല, അത് നടപ്പിലാക്കാനുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അതിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. പിന്നെ നമ്മൾ റെപ്പറ്റേറ്റീവായിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബേസിലോ ചെയ്യുന്നൊരു കാര്യത്തിനെ പ്രോജക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇന്നവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുതിയ കാര്യമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ക്യാരക്ടർ ഈസ് നോൺ റെപ്പറ്റേറ്റീവ് ഓർ നോൺ റെക്കറിങ് ഇൻ നേച്ചർ. ദെൻ it is implemented or it is developed for the purpose of achieving a specific objective within a specified period of time. അവിടെ നമ്മൾ ഒരു പ്രോജക്റ്റിൻ്റെ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായ കാലാവധി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു കൃത്യമായ ഒബ്ജക്റ്റീവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു കൃത്യമായ ഒബ്ജക്റ്റീവ്, ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവുള്ള ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു പ്ലാൻ, ഒരു പ്രോഗ്രാം, ഒരു പ്രപ്പോസലിനെ നമുക്ക് എന്തോ പറയാം, പ്രോജക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി പ്രോജക്റ്റ് ഫിനാൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ പ്രോജക്റ്റ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്ത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാപിറ്റൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് the capital investment made for the accomplishment of a project for earning revenue. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ടാവും, നമുക്കതിൽ നിന്നും എന്തെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റണം, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസോടു കൂടി ചെയ്യുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുകളെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട്, ഒരു പ്ലാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് പറയാം. ഓക്കെ, ഈ പ്രോജക്റ്റ് ഫിനാൻസ് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും എന്ന് ചോദിച്ചാൽ, അറ്റ് ദി പ്രിലിമിനറി സ്റ്റേജ് മുതൽ എൻഡ് ഓഫ് ദി ആക്ടിവിറ്റി വരെയും നമുക്കവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷിൻ്റെ ആവശ്യം ഉണ്ട്. അപ്പോൾ പ്രോജക്റ്റിൻ്റെ പ്രിപ്പറേഷൻ എക്സ്പെൻസസ് ഓർ പ്രിലിമിനറി എക്സ്പെൻസസ് ആണ് ആദ്യം നമുക്ക് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്നത്. ദെൻ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ വേണം. പിന്നെ ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് എന്താണ് ഇൻഡിവിജ്വലിൻ്റെ ഒരു അല്ലെങ്കിൽ എക്സ്പെർട്ടുകളുടെ സൂപ്പർവൈസിങ്ങോട് കൂടിയായിരിക്കും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ചാർജസ്, ലൈസൻസിങ് ആൻഡ് ലീഗൽ ഫോർമാലിറ്റി ചാർജസ്, ട്രെയിനിങ്, എക്സ്പെൻസ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതർ എക്സ്പെൻസസ്. അപ്പം ഒരു പ്രോജക്റ്റിൻ്റെ ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത് തൊട്ട് അതിൻ്റെ കംപ്ലീഷൻ സ്റ്റേജ് വരെ ഉണ്ടാകുന്ന മൊത്തം ഫിനാൻസിങ്ങിനെയും നമുക്ക് എന്തോ പറയാം, പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു 15 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോജക്റ്റ്. ഒരുപാട് ടെക്സ്റ്റിൽ പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഏകദേശം കണ്ടൻ്റൊക്കെ ഒന്ന് തന്നെയാണ്. കുറച്ച് ഹെഡിങ്ങുകൾ പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ വേർഡ് മീനിങ് വെച്ച് തന്നെ അത് കംപ്ലീറ്റ് എഴുതാൻ പറ്റും. അപ്പം നോക്കാം. ആദ്യം ഓണർഷിപ്പിൻ്റെ ബേസിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. പബ്ലിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഗവൺമെൻറ് ഓൺ ചെയ്യുന്നത്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽ പാർട്ടീസ് ഓൺ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരുടെയും പാർട്ണർഷിപ്പോടു കൂടി വരുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്ടേഴ്സ് എന്ന് പറയാം. ഇനി രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ, അതായത് നമ്മൾ ഇടുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിലാണ് ലാർജ് സ്കെയിൽ, സ്മോൾ, മീഡിയം സ്കെയിൽ. ഓക്കെ, ലാർജ് എന്ന് പറയുമ്പോൾ 100 crore എബോവ് വരുന്ന പ്രോജക്റ്റുകളായിരിക്കും. മീഡിയം എന്ന് പറയുമ്പോൾ 1 crore എബോവ് വരുന്ന പ്രോജക്റ്റുകൾ. അപ് ടു 1 crore വരെയുള്ള ഒരു പ്രോജക്റ്റിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് സ്മോൾ സ്കെയിൽ പ്രോജക്റ്റ് എന്ന് പറയാം. ദെൻ ബേസ്ഡ് ഓൺ സെക്ടർ,
നമ്മുടെ ഇക്കോണമിക്കകത്ത് വരുന്ന ഡിഫറെൻറ്റ് സെക്ടേഴ്സിൻ്റെ ബേസിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ് അഗ്രികൾച്ചർ പ്രോജക്റ്റ്, ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ്, സർവീസ് പ്രോജക്റ്റ്. ഇപ്പോൾ നമ്മളൊരു അഗ്രികൾച്ചർ ലാൻഡിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തുവാണെങ്കിൽ അതിനെ അഗ്രികൾച്ചർ പ്രോജക്റ്റ് എന്ന് പറയാം. ഒരു പുതിയ ഇൻഡസ്ട്രി വരാൻ പോവുകയാണ്, അപ്പോൾ അതിൻ്റെ ഫീസിബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് എന്ന് പറയാം. ഇനി എന്തെങ്കിലും ഒരു എന്താണ് സർവീസ് ടു ദി സൊസൈറ്റി പോലെ സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആകുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഒരു ഹെൽത്ത് ക്യാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതൊരു പ്രോജക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ സർവീസ് പ്രോജക്റ്റുകളായിട്ട് പറയാം. ദെൻ ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മോട്ടീവ് ഫിനാൻസ് ആണെങ്കിൽ, ക്യാഷ് ആണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് നമ്മുടെ മോട്ടീവ് എങ്കിൽ അതിനെ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് എന്നും, ഇല്ല സർവീസ് ആണ് നമ്മുടെ മോട്ടീവ് എങ്കിൽ സോഷ്യൽ പ്രോജക്റ്റുകളെന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ കംപ്ലീഷൻ വരുന്ന ടൈമിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ് ലോങ് ടേം, മീഡിയം, ഷോർട്ട് ടേം, വെരി ഷോർട്ട് ടേം. ഓക്കെ, അതൊന്നും പറയേണ്ട കാര്യമില്ല. മോർ ദാൻ 5 ഇയർ ആണെങ്കിൽ ലോങ് ടേം, അപ് ടു 3 to 5 ഇയർ ആണെങ്കിൽ മീഡിയം, വിത്തിൻ എ ഇയർ ആണെങ്കിൽ ഷോർട്ട് ടേം. ദെൻ കേസ് സ്റ്റഡി പോലെ വിത്തിൻ എ ഡേ ഓർ വിത്തിൻ എ വീക്കിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട പ്രോജക്റ്റ് ആണെങ്കിൽ അതിനെ വെരി ഷോർട്ട് ടേം പ്രോജക്റ്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ വീണ്ടും കുറച്ച് ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. ബിസിനസ്സിനകത്ത് വരുന്ന ഫങ്ഷൻ്റെ ബേസിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ്. ഇപ്പോൾ മാർക്കറ്റിംഗ് പ്രോജക്റ്റ്, ഫിനാൻസ് പ്രോജക്റ്റ്, HR പ്രോജക്റ്റ്, പ്രൊഡക്ഷൻ പ്രോജക്റ്റ്, പിന്നെ റിസർച്ച് പ്രോജക്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, ഇതൊക്കെ നമുക്ക് എന്താണ് ബിസിനസ്സിനകത്ത് വരുന്ന ഫങ്ഷൻ്റെ ബേസിലുള്ള പ്രോജക്റ്റുകളാണ്. ദെൻ റിസ്കിൻ്റെ ബേസിൽ ഹൈ റിസ്ക്, ലോ റിസ്ക്. നമ്മൾ ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പ്രോജക്റ്റുകളാണെങ്കിൽ അവിടെ ഹൈ റിസ്ക് ആയിരിക്കും പ്രോജക്റ്റിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്സ്പേർട്ടുകളുടെ ആവശ്യവും കൂടുതലായിരിക്കും അവിടെ. ദെൻ ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നമുക്ക് എത്ര നമ്പർ ഓഫ് എന്ന് പറഞ്ഞ് മെഷർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റ് ആണെങ്കിൽ ക്വാണ്ടിഫയബിൾ എന്നും, ഇല്ല ക്വാളിറ്റേറ്റീവ് മെഷർമെൻ്റ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതിനെ എന്തു പറയാം, നോൺ ക്വാണ്ടിഫയബിൾ പ്രോജക്റ്റ് എന്ന് പറയാം. ഇനി ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, നിങ്ങൾ S2FM പഠിച്ച കാര്യമാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ്, ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റ്, കണ്ടിൻജൻറ്റ് പ്രോജക്റ്റ്. ദെൻ അതർ പ്രോജക്റ്റ്, പിന്നെ ഇതിന് പുറമേ നിങ്ങൾക്ക് ഒരുപാട് പ്രോജക്റ്റുകളുണ്ട് എന്ന് എഴുതാം. ന്യൂ പ്രോജക്റ്റ്, ഡൈവേഴ്സിഫിക്കേഷൻ, എക്സ്പാൻഷൻ, നോർമൽ, അങ്ങനെ. അപ്പോൾ ഈ ഒരു ടൈപ്സിനകത്ത് അറ്റ്ലീസ്റ്റ് ഹെഡിങ് എങ്കിലും കുറച്ച് ഓർമ്മ വന്നു കഴിഞ്ഞാൽ, ഒരു 10 എണ്ണമെങ്കിലും നന്നായിട്ട് ഓർമ്മ വന്ന് എഴുതാൻ പറ്റിയാൽ നിങ്ങൾക്കൊരു നല്ലൊരു മാർക്ക് ആ ഒരു എസ്സേക്ക് ചോദിച്ചാൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി പ്രോജക്റ്റ് ക്ലാസിഫിക്കേഷൻ ആസ് പെർ BMRED നിങ്ങളുടെ സിലബസിനകത്ത് വരുന്നൊരു കാര്യമാണ്. ബാലൻസിങ്, മോഡേണൈസേഷൻ, റീപ്ലേസ്മെൻറ്റ്, എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ പ്രോജക്റ്റുകൾ ക്ലാസിഫിക്കേഷൻ്റെ അനദർ വേർഷനാണ്. അപ്പോൾ ബാലൻസിങ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഫോളോ ചെയ്യുന്ന പ്രോജക്റ്റാണ് ബാലൻസിങ് പ്രോജക്റ്റ്. അതായത് ഒന്നിൽ കൂടുതൽ പ്രൊഡക്ഷൻ യൂണിറ്റുകളുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഫോളോ ചെയ്യുന്ന പ്രോജക്റ്റിനെ ബാലൻസിങ് പ്രോജക്റ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം, ഒന്നിൽ കൂടുതൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് എങ്കിൽ അവിടെയുള്ള എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റുകളും തമ്മിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും ഇത്. ഇവിടെ എങ്ങനെയാണ് ബാലൻസ് കീപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്, ബൈ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബാലൻസിങ് പ്രോജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, the firm can identify the underutilization of capacity in some production centers. അപ്പോൾ ചില പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ കപ്പാസിറ്റി അണ്ടർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് അത് ഏത് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനുവേണ്ടി നമ്മൾ ചിലവാക്കുന്ന ഫെസിലിറ്റീസ് റിമൂവ് ചെയ്തിട്ട് അത് മറ്റ് പ്രൊഡക്ഷൻ സെൻറ്ററുകളിലോട്ട് കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ ബാലൻസിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവഴി ബാലൻസ് ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ്, എല്ലാ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിനകത്തും ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ആസ് എ റിസൾട്ട് ഓവറോൾ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ആ ഒരു ഫേമിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മൊത്തത്തിലൊരു ഇൻക്രിമെൻറ്റ് വരുത്താനും ഒരു എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയും ഇൻക്രീസ് ചെയ്യിക്കാനും സാധിക്കുന്നു. ഇനി ഇവിടെ ഈ ബാലൻസിങ് പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, അതായത് നമ്മൾ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിലാണ് ഈ ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റുകളുടെ കപ്പാസിറ്റിയെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ലൈനിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ എന്താണ് അവിടുത്തെ ഏതാണ് ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കി
മോർ അഡീഷണൽ ഫെസിലിറ്റീസ് ആഡ് ചെയ്യുവാണെങ്കിൽ അതിന് ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയാം. ഓക്കെ, ബിഗിനിങ് സ്റ്റേജിൽ അഡീഷണൽ സർവീസസ് അല്ലെങ്കിൽ അഡീഷണൽ ഫെസിലിറ്റീസ് ആഡ് ചെയ്താൽ അതിനെന്തോ പറയാം, ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയാം. ഇനി ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിതൊക്കെ കണ്ടുപിടിക്കുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രൊഡക്ഷൻ ലൈനാണ്. ഓക്കെ, പ്രൊഡക്ഷൻ ലൈനിൻ്റെ ഏറ്റവും അവസാനമായിട്ടായിരിക്കാം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇവിടെ പുതിയ ഫെസിലിറ്റീസ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിനെന്തോ പറയാം, ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഫോർവേഡും ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷനൊക്കെ ചെയ്യുന്നത് നമ്മുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്ത് ഒരു ബാലൻസിങ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ അടുത്ത് നോക്കാം മോഡേണൈസേഷൻ പ്രോജക്റ്റ്. അത് നിങ്ങൾക്ക് വേർഡ് മീനിങ് വെച്ച് തന്നെ എഴുതാം. ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്താണ് നമ്മളൊരു പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ അതിന് മോഡേണൈസേഷൻ പ്രോജക്റ്റ് എന്ന് പറയാം. ലേറ്റസ്റ്റ് ടെക്നിക്കൽ നോ ഹൗ ഇന്നവേഷനൊക്കെ ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്താൽ അതിന് മോഡേണൈസേഷൻ. ദെൻ റീപ്ലേസ്മെൻറ്റ് പ്രോജക്റ്റ്, നമ്മുടെ കയ്യിലുള്ള ഓൾഡ് മെഷീനറിയെ റീപ്ലേസ് ചെയ്ത് അതേ കപ്പാസിറ്റി അതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള ഒരു പുതിയ മെഷീനറിയെ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ കൊണ്ടുവരുവാണെങ്കിൽ അതിനെന്തോ പറയാം, റീപ്ലേസ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയാം. ഫോർ ദി പർപ്പസ് ഓഫ് റീപ്ലേസിങ് ഓൾഡ് മെഷീൻ ആൻഡ് സെറ്റിംഗ് എ ന്യൂ മെഷീൻ വിത്ത് ദി സെയിം കപ്പാസിറ്റി ഇൻ ദി പ്രൊഡക്ഷൻ യൂണിറ്റ്. ദെൻ അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ പഴയ മെഷീനറിയെ നമ്മൾ കുറേ നാൾ കൊണ്ട് ഓടിക്കുവാണെങ്കിൽ ഒരുപാട് മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കുറച്ച് മാക്സിമം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് പറ്റും. ദെൻ എക്സ്പാൻഷൻ പ്രോജക്റ്റ്. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യിക്കലാണ് ഇവിടുത്തെ ചെയ്യുന്ന കാര്യം. ഫോർ ദി പർപ്പസ് ഓഫ് മീറ്റിംഗ് ദി അപ്കമിങ് ഡിമാൻഡ്, നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റിന് ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ് വരുന്നുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാനായിട്ട് എക്സിസ്റ്റിംഗ് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള പ്രോജക്റ്റ്. ദെൻ ലാസ്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകളെ ഡൈവേഴ്സിഫിക്കേഷൻ പ്രോജക്റ്റ് എന്ന് പറയാം. മെൻറ്റ് ഫോർ ഓഫറിങ് മോർ ദാൻ വൺ പ്രോഡക്റ്റ്, അതായത് ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോജക്റ്റുകളാണ് ഡൈവേഴ്സിഫിക്കേഷൻ പ്രോജക്റ്റ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷനിൽ പഠിക്കുക. ദെൻ പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ. ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വരെയുള്ള സീരീസ് ഓഫ് ആക്ടിവിറ്റീസാണ് ലൈഫ് സൈക്കിളിനകത്ത് വരുന്നത്. ഓക്കെ, ഒരു പ്രോജക്റ്റിൻ്റെ ഗോള് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആർ കോൾഡ് പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഐഡിയ ജനറേറ്റ് ചെയ്യുക. ദെൻ അതിനെ നമുക്ക് സ്ക്രീൻ ചെയ്യുക. ഇതാണ് നമ്മൾ ആദ്യം ഒരു പ്രോജക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഫസ്റ്റ് സ്റ്റേജായിട്ട് വരുന്നത്. അതായത് നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഒരു പുതിയ കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരുപാട് ഐഡിയ നമുക്ക് വേണം. അപ്പോൾ ഈ ഐഡിയകളെല്ലാം കളക്ട് ചെയ്ത് ജനറേറ്റ് ചെയ്ത് ആ ഐഡിയയിൽ നിന്നും അതിൻ്റെ പല കാര്യങ്ങൾ, അതിൻ്റെ പല ആസ്പെക്റ്റും വെച്ചിട്ട് സ്ക്രീനിങ് ഒക്കെ ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റേജ് ഇനീഷ്യൽ ഫോർമുലേഷൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറേ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഈ ഐഡിയയൊക്കെ അതിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റും ടെക്നിക്കൽ ആസ്പെക്റ്റും പിന്നെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസും ഒക്കെ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നും കുറച്ചൊക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് പറ്റിയ ഒരു 2 or 3 ഒക്കെ ആക്കി മാറ്റുന്നു. അതാണ് ഇനീഷ്യൽ ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ. ഇപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേജിൽ നമ്മുടെ കയ്യിൽ വന്ന ആദ്യത്തെ ഐഡിയാസ് നമ്പേഴ്സ് കുറഞ്ഞിട്ടുണ്ടാവും. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ അതുപോലെ അതിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റൊക്കെ ഇക്കണോമിക് ആസ്പെക്റ്റിനെയൊക്കെ കുറിച്ച് സ്റ്റഡി നടത്തി ഏതൊക്കെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യണം, ഏതൊക്കെ റിജക്റ്റ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്ന ആ ഒരു സൈക്കിളാണ്, ആ ഒരു ലെവലാണ് ഇവാലുവേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫൈനൽ ഫോർമുലേഷൻ. അപ്പോൾ ഇവാലുവേഷനകത്ത് നമ്മൾ ഏതെങ്കിലും കുറേയൊക്കെ റിജക്റ്റ് ചെയ്ത് ഏതെങ്കിലും 1 or 2 ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം, സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സെലക്ട് ചെയ്തതിനെ കുറിച്ച് പിന്നെ നമ്മൾ കൂടുതലായിട്ട് സ്റ്റഡി നടത്തി അതിൻ്റെ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കുന്നതാണ് ഫൈനൽ ഫോർമുലേഷൻ ഓർ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫൈനൽ ഫോർമുലേഷൻ കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കയ്യിൽ കറക്റ്റ് പ്രോജക്റ്റിൻ്റെ ഒരു പ്രപ്പോസൽ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നടപ്പിൽ വരുത്തുക. ദെൻ നടപ്പിലാക്കിയതിന് ശേഷം
കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു റിപ്പോർട്ട് അടക്കം തയ്യാറാക്കുന്നതാണ് കംപ്ലീഷൻ സ്റ്റേജിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾക്കൊരു 4 മാർക്കിനോ ഒക്കെ ആയിട്ട് പ്രോജക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇതേ മോഡലിൽ തന്നെ പഠിച്ചിരുന്നാൽ കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, ദെൻ എന്താണ് പ്രോജക്റ്റ് ഫോർമുലേഷൻ? നമ്മളിതിനകത്ത് പറഞ്ഞൊരു സ്റ്റേജായിരുന്നു പ്രോജക്റ്റ് ഫോർമുലേഷൻ. പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു പ്ലാൻ തയ്യാറാക്കലാണ്. പ്രിപ്പറേഷൻ ഓഫ് എ പ്രോജക്റ്റ് ഈസ് കോൾഡ് പ്രോജക്റ്റ് ഫോർമുലേഷൻ. That is, an entrepreneur make an objective and independent assessment of the various aspects of investment proposition of a project idea for determining its total impacts and its liabilities. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഓൺട്രപ്രണർ എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രോജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് സെറ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ നമ്മളിവിടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസിഷൻസിനെ കുറിച്ച് എവിടെയൊക്കെ എത്ര രൂപ കൊടുക്കണം, ഇനിഷ്യൽ സ്റ്റേജിൽ എത്ര കൊടുക്കണം, അങ്ങനെ ഓരോ സ്റ്റേജിൽ എത്രയാണ് വേണ്ടത്, ആർക്കൊക്കെ എങ്ങനെയൊക്കെ ക്യാഷ് കൊടുക്കണം, അതിനെയൊക്കെ കുറിച്ചൊരു ഇൻഡിപെൻഡൻറ്റ് അസസ്മെൻറ്റ്. അയാൾ ആക്ച്വലായിട്ട് ചെയ്യുന്ന കാര്യമല്ല, ഒരു സ്വന്തമായിട്ട് അയാളൊരു ഗസ് വർക്ക് ചെയ്യുന്നതാണ്, അത് ചെയ്യുക. ദെൻ ഫോർ ഡിറ്റർമിനിങ് ദി ടോട്ടൽ ഇമ്പാക്റ്റ് ആൻഡ് ഇറ്റ്സ് ലയബിലിറ്റി. ഇപ്പോൾ എന്തിനാണ് അയാളത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ പ്രോജക്റ്റ് കൊണ്ടുണ്ടാകുന്ന മൊത്തം ഇമ്പാക്റ്റ്, ടോട്ടൽ ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാനും, പിന്നെ അയാൾക്ക് ഫർദർ എന്തെങ്കിലും ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമോ എന്നതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ്, ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ തയ്യാറാക്കുന്നതാണ് പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then the objective of project formulation is to achieve the project objective with minimum expenditure. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന പ്രോജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവിനെ നമുക്ക് അറ്റ് മിനിമം കോസ്റ്റിൽ എന്ത് ചെയ്യണം? അച്ചീവ് ചെയ്യണം. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പ്രോജക്റ്റ് ഫോർമുലേഷൻ. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റുമോ, അതായത് നമുക്ക് ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ, ആ രീതിയിലൊരു സ്റ്റഡി നടത്തുന്നതാണ് പ്രോജക്റ്റ് ഫോർമുലേഷനകത്ത് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്റ്റേജസ് നോക്കാം. ഫീസിബിലിറ്റി അനാലിസിസ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ഫീസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പ്രോജക്റ്റിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്, നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, ഇതിനെയൊക്കെ കുറിച്ചൊരു സ്റ്റഡി നടത്തുക. ദെൻ ടെക്നോ എക്കണോമിക് അനാലിസിസ്, പ്രോജക്റ്റ് ഡിസൈൻ ആൻഡ് നെറ്റ്വർക്ക്, അതായത് ഡീറ്റെയിൽഡ് വർക്ക് പ്ലാൻ പ്രിപ്പയർ ചെയ്യുക, ടൈം അലോക്കേഷൻ ചെയ്യുക, പിന്നെ എന്തൊക്കെ ഇൻപുട്ട് വേണം, ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യുക, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ദെൻ അവസാനം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാക്കി ഈ പറഞ്ഞ പ്രോജക്റ്റ് ഫോർമുലേഷനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാക്കി മാറ്റുക. ഇത് ഇത്രയുമാണ് പ്രോജക്റ്റ് ഫോർമുലേഷൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന ലാസ്റ്റ് 2 ഏരിയയും കൂടെയുണ്ട്. ഒരു പ്രോജക്റ്റിൻ്റെ പ്രൊഫൈൽ എങ്ങനെയായിരിക്കണം, അതുപോലെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടൻസ് എന്തൊക്കെയായിരിക്കണം എന്നുള്ളത്. അപ്പോൾ നോക്കുക, ഒരു പ്രോജക്റ്റിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് 2 ആസ്പെക്റ്റുകൾ നമ്മൾ മെൻഷൻ ചെയ്തേക്കണം. ഒന്ന് അതിൻ്റെ പ്രിലിമിനറി ആസ്പെക്റ്റ്, രണ്ടാമത്തത് അതിൻ്റെ ഫീസിബിലിറ്റി ആസ്പെക്റ്റ്. അപ്പോൾ പ്രിലിമിനറി ആസ്പെക്റ്റിനകത്താണ് എന്താണ്, ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസാണ് നമ്മൾ ഈ പ്രോജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക. ദെൻ ഈ പറഞ്ഞ പ്രോഡക്റ്റ് ഓർ സർവീസ് ഏത് മാർക്കറ്റിലാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്, നമ്മുടെ കൺസ്യൂമേഴ്സ് ആരൊക്കെയാണ്, നേച്ചർ ഓഫ് കോമ്പറ്റീഷൻ, എങ്ങനെയുള്ള കോമ്പറ്റീഷനാണ് നമ്മൾ നേരിടേണ്ടത്, ഡിമാൻഡ് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ പ്രൊഫൈലിനകത്ത് മെൻഷൻ ചെയ്യുക. പിന്നെ ടെക്നിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ലൊക്കേഷൻ, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ്, മാനുഫാക്ചറിങ് പ്രോസസ്സ് എങ്ങനെയാണ്, ഇതിനെയൊക്കെ കുറിച്ചൊരു സ്റ്റഡി നടത്താം. ദെൻ അതിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിനെ കുറിച്ച്, ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കുറിച്ചൊരു സ്റ്റഡി. ദെൻ അതിൻ്റെ എക്കണോമിക് ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പ്രോജക്റ്റ് കൊണ്ട് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ, യൂട്ടിലിറ്റി, സൊസൈറ്റിയുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ചെയ്യുന്നുണ്ടോ, ആക്സിലറി യൂണിറ്റുകൾ വല്ലതും സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. then ഇതിൻ്റെ ഫീസിബിലിറ്റി ആസ്പെക്റ്റിനകത്ത് എഴുതേണ്ട കാര്യങ്ങൾ, ആ ഒരു പ്രൊഫൈലിൽ മെൻഷൻ ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ വയബിലിറ്റി. ഫീസിബിലിറ്റി എന്ന് പറയുന്നത് വയബിലിറ്റിയാണ്.
അപ്പോൾ ഫിനാൻഷ്യൽ വയബിലിറ്റി ചെക്ക് ചെയ്യുക. ഫിനാൻഷ്യൽ വയബിലിറ്റി എന്ന് പറയുമ്പോൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, നമ്മൾ കൊടുക്കുന്ന കോസ്റ്റിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ഏർണിംഗ് എങ്ങനെയാണ്, റവന്യൂ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ, സോഷ്യോ എക്കണോമിക് ഡിസൈറബിലിറ്റി, എല്ലാം ഒരേ കാര്യം തന്നെ പല പേരുകളിൽ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 2 ആസ്പെക്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രോജക്റ്റിൻ്റെ പ്രൊഫൈൽ എഴുതേണ്ടത്. ദെൻ അവസാനത്തെ ഭാഗം പ്രോജക്റ്റ് റിപ്പോർട്ട്. അപ്പോൾ റിപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പ്രോജക്റ്റിന് ഒരാൾ വന്ന് നോക്കുമ്പോൾ അയാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും എഫക്റ്റീവായിട്ട് അയാൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന റിലയബിൾ ഡേറ്റയാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് റിലയബിൾ ഡേറ്റ റിഗാർഡിങ് എ പ്രോജക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. അതായത് നമ്മുടെ പ്രോജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നത്, അതെങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്നുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഡേറ്റയും, പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഒരു ബ്ലൂ പ്രിൻ്റാണ് എന്ത് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ജനറൽ ഇൻഫർമേഷൻ, അതായത് ഈ ആരുടെ പ്രോജക്റ്റാണ്, അയാളുടെ പേഴ്സണൽ ഡീറ്റെയിലും, പിന്നെ ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ ഇൻഡസ്ട്രിയുടെ പ്രൊഫൈലും കൊടുക്കാം. ദെൻ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്, ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാ, അവർ സെറ്റ് ചെയ്തേക്കുന്ന ഒബ്ജക്റ്റീവ് എന്തുവാ, ഈ പ്രോജക്റ്റിന് ഇപ്പോഴുള്ള നമ്മുടെ സ്കോപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദെൻ ഇപ്പോൾ ഒരു പ്രോഡക്റ്റോ സർവീസ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ക്വാളിറ്റി എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. ദെൻ മാർക്കറ്റ് പൊസിഷൻ ആൻഡ് ട്രെൻഡ്, ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് മാർക്കറ്റിൽ അതിന് എത്രത്തോളം യൂസ് ഉണ്ട്, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡി. റോ മെറ്റീരിയൽസ്, ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെയായിരുന്നു, പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണ്, എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്തത്. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ്, ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത പ്ലാന്റ് ആൻഡ് മെഷീനറി എന്തൊക്കെയായിരുന്നു, അത് വാങ്ങിയതാണോ, നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ളതാണോ, ഇമ്പോർട്ട് ചെയ്തതാണോ, അതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽസ് കാണിക്കാം. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഈ ഒരു പ്രോജക്റ്റ് ഏത് ലാൻഡ് ഓർ ബിൽഡിംഗ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്, എവിടെയായിരുന്നു അതിൻ്റെ ലൊക്കേഷൻ, എത്ര ഏരിയ വേണ്ടി വന്നു, കൺസ്ട്രക്റ്റ് ചെയ്തോ, എങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ ആയിരുന്നു നമ്മൾ ആ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. ദെൻ ഫിനാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൺഡ് ഫണ്ടാണോ, സോഴ്സ് ഓഫ് ഫണ്ട് ഏതാണെന്നുള്ളത് കാണിക്കാം. ദെൻ മാർക്കറ്റ് ചാനൽ, ഈ പ്രോജക്റ്റ് നമ്മൾ ഏത് മാർക്കറ്റ് ചാനൽ വഴിയാണ് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്നത്, അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റോ സർവീസോ ആണെങ്കിൽ അത് ഏത് മീഡിയം വഴി നമ്മൾ കസ്റ്റമറിലോട്ട് എത്തിക്കുന്നു എന്നുള്ളത് നോക്കാം. ദെൻ പേഴ്സണൽ ഡീറ്റെയിൽസ്, എന്ന് പറയുമ്പോൾ പ്രോജക്റ്റിനകത്ത് ഒരുപാട് ഹ്യൂമൻ ബീയിങ്സ് ഇൻവോൾവ് ആയിട്ടുണ്ടാവും, അവരുടെയൊക്കെ ഡീറ്റെയിൽസ്, അവർക്ക് കൊടുക്കുന്ന അവരുടെ സ്കിൽ എങ്ങനെയായിരുന്നു, പിന്നെ അവർക്ക് കൊടുക്കുന്ന വേജ് ആൻഡ് സാലറി ഡീറ്റെയിൽസ്, ഇതിനെയൊക്കെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ദെൻ ജനറലായിട്ട് എൻവയോൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെ എടുത്തു അതിൻ്റെ ഡീറ്റെയിൽസ്. അതർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഒരു പുതിയൊരു പ്രോജക്റ്റ് ഒരു പുതിയ സ്ഥലത്താണ് വരുന്നതെങ്കിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ എന്തൊക്കെ പുതിയ ടെക്നിക്കൽ നോഹൗ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ഷെഡ്യൂൾ, എത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ എത്ര നാളെടുത്തു, എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത്, ഇത്രയും ഡീറ്റെയിൽസ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. മെയിനായിട്ട് പ്രോജക്റ്റ് എന്താ, പിന്നെ പ്രോജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അപ്പോൾ അതുകൂടി നോക്കുക. ദെൻ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ടിട്ട് നിങ്ങളൊന്നുകൂടി ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ.